10 ലക്ഷം റേഞ്ചിൽ ഈ 2025 ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് വാഹനം ഏതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആദ്യം അത് കമന്റ് ചെയ്യുക. ഇനി ഞാൻ പറയുന്നത് അത് സ്കോഡ കൈലാക് ആണെന്ന്. അതായത് സ്കോഡ കൈലാക്കിന്റെ ബേസ് വേരിയന്റും സെക്കൻഡ് വേരിയന്റും ആണെന്ന്. ഇതിനുള്ള 3 സോളിഡ് റീസൺസ് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഇതിന്റെ ക്വാളിറ്റിയാണ്. അതായത് സ്കോഡ ലൈനപ്പിലെ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള വാഹനമാണ് കൈലാക്ക്. പക്ഷെ ഇതിന്റെ ക്വാളിറ്റിയിൽ അവർ യാതൊരുവിധ കോംപ്രമൈസും വരുത്തിയിട്ടില്ല. കാരണം ഇതിന്റെ ഇന്റീരിയർ ആണെങ്കിലും ഇതിന്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും സൂപ്പർ ക്വാളിറ്റിയിലാണ്, അല്ലെങ്കിൽ സൂപ്പർ ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ് ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിന്റെ എഞ്ചിനാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു എഞ്ചിന് നമുക്ക് വേറെ ഒന്നിലും കിട്ടില്ല. ഇനിയിപ്പോ ബേസ് വേരിയന്റ് എടുത്താലും സെക്കൻഡ് വേരിയന്റ് എടുത്താലും ശരിക്കും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിൽ കൊടുക്കുന്നത്. അതായത് നമ്മുടെ പഴയ ജനറേഷൻ പോളോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന 1 ലിറ്റർ TSI ടർബോ പെട്രോൾ എഞ്ചിനാണ്. മാസീവായിട്ട് സ്കോഡ പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ള അത്രയും റിലയബിളും അത്രയും ഔട്ട്പുട്ടും ഉള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. ഇത് ശരിക്കും ഫൺ ടു ഡ്രൈവ് ആണ് ഇത് ഡ്രൈവ് ചെയ്യാൻ. ഇത് ശരിക്കും ഓടിച്ചവർക്ക് അറിയാം ഇതിന്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ്. സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള സിഗ്നേച്ചർ മുതലാണ് ഇതിൽ ഓട്ടോമാറ്റിക് ട്രാൻസിഷൻ വരുന്നത്. അതായത് നോർമൽ സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള സിഗ്നേച്ചറിന് ഏകദേശം ഒരു 11.5 ലക്ഷം രൂപ വരും. ഇതിനിപ്പോ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 13 ലക്ഷമാണ് ഇതിന്റെ പ്രൈസ് വരിക. ആ പ്രൈസിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓട്ടോമാറ്റിക് ട്രാൻസിഷൻ ആണ് സ്കോഡ കൈലാക്കിലുള്ളത്. ഇതിൽ വരുന്നത് ഒരു ടോർക്ക് കൺവേർട്ടർ ആണ്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ട്രാൻസിഷനും കാര്യങ്ങളൊക്കെയാണ്. ഈ പ്രൈസിന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും റിലയബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ വേറെ ഒരു കമ്പനിയും കൊടുക്കുന്നില്ല. അതായത് സ്കോഡ ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് വലിയൊരു ഇഷ്യൂ ആയിട്ട് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. പക്ഷേ പഴയ സ്കോഡ വോക്സ്വാഗൻ വാഹനങ്ങളെ പോലെയുള്ള അത്ര മെയിൻ്റനൻസ് ഉള്ള വാഹനങ്ങളല്ല സ്കോഡയും വോക്സ്വാഗനും ഒന്നും ഇപ്പൊ ഇറക്കുന്നത്. കാരണം ഏകദേശം ഒരു 2020 ശേഷം അവർ ഇറക്കിയിട്ടുള്ളതൊക്കെ ഇന്ത്യൻ സ്റ്റാൻഡേർഡിന് അല്ലെങ്കിൽ ലോ മെയിൻ്റനൻസിലുള്ള വാഹനങ്ങളാണ്. ഇനിയിപ്പോൾ ഇതിന്റെ സ്പെയർ പാർട്സ് ആണെങ്കിലും വലിയ രീതിയിലുള്ള പ്രൈസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവരിപ്പം ഇന്ത്യൻ സ്പെക്ക് വാഹനങ്ങളാണ് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് റണ്ണിലേക്ക് വലിയ മെയിൻ്റനൻസ് വരും എന്നുള്ള പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്തെന്ന് വെച്ചാൽ ഇതിന്റെ ഫുൾ ഓപ്ഷൻ വേരിയന്റുകൾ അത്രത്തോളം പ്രാക്ടിക്കലോ അല്ലെങ്കിൽ അത്രത്തോളം വാല്യൂ ഫോർ മണിയോ അല്ല. കാരണം ഫുൾ ഓപ്ഷൻ വരുന്ന സമയത്ത് ഏകദേശം 14-15 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്നുണ്ട്. ഈ പ്രൈസിന് ഇതിലും സുപ്പീരിയർ ആയിട്ടുള്ള എഞ്ചിനും അല്ലെങ്കിൽ ഇതിലും ഫീച്ചേഴ്സ് ഉള്ള വാഹനങ്ങൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഫസ്റ്റ് വേരിയന്റ് ആയിട്ടുള്ള ക്ലാസിക്കും സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള സിഗ്നേച്ചറുമാണ് ശരിക്കും വാല്യൂ ഫോർ മണി എന്ന് പറയുന്നത്. നിങ്ങളൊരു എന്തൂസിയാസ്റ്റിക് ആണ് അല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്നതിൽ അത്യാവശ്യം ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഫണ്ണും ഒക്കെ കണ്ടെത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഈ റേഞ്ചിലുള്ള പുതിയ വാഹനം എന്ന് പറയുന്നത് സ്കോഡ കൈലാക്ക് തന്നെയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ.